ഹലോ, നമസ്കാരമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗോട് കൂടിയിട്ട് ഇന്നത്തെ തുടങ്ങാൻ രാവിലെ തന്നെ. ഓക്കെ. RSSൻ്റെ നേതാവ് TG മോഹൻദാസ് എന്ന് പറഞ്ഞ കളവൻ്റെ ഒരു പ്രസ്താവന ഞാൻ കണ്ടു. അതിനെക്കുറിച്ചൊരു 2 വാക്ക് വന്ന് SBയിൽ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ഡൽഹിയിലത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തതിന് അർത്ഥമില്ലാതായിപ്പോകും. അതുകൊണ്ട് ഞാൻ ആ കളവനെ പറ്റിയിട്ട് ഒരു കുറച്ച് സംസാരിക്കാനുണ്ട്. കാരണം ഇത് മറ്റേ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിൻ്റെയും RSSൻ്റെയും ആൾക്കാരെല്ലാം ചാണകമാണ് തിന്നണമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഇത്രയും പറഞ്ഞുള്ളൂ. ഈ TG മോഹൻദാസ് എന്ന് പറയുന്ന കിളവൻ തിന്നുന്നത് നായ്ക്കാട്ടോ ആണോ മനുഷ്യൻ തൂറിയതാണോ തിന്നണമെന്ന് എനിക്കറിയില്ല. കാരണം ഇത്രയും വയസ്സായ ഒരു കിളവൻ, അയാളുടെ മക്കൾ പഠിച്ചിട്ടുണ്ടാകും, അവരുടെ പേരക്കുട്ടികളുണ്ടാകും. അയാൾക്കും ഈ ലോകത്തിൽ മക്കൾ പേരക്കുട്ടികൾ എന്ന് പറയുന്ന ഒരു സ്ഥാനമുള്ള എല്ലാവരും ഉണ്ടാവും. ആ കിളവൻ എന്താ പറഞ്ഞ്, ഡൽഹിയിലത്തെ സമരത്തിന് കർഫ്യൂ പ്രഖ്യാപിച്ച് വെടിവെച്ച് കൊന്ന് ആ ശവങ്ങളെല്ലാം പെറുക്കി കൂട്ടി ആശുപത്രിയിൽ എത്തിക്കുന്നു. അപ്പോൾ ആ കിളവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന വിഷം എത്രമാത്രം ഉണ്ട് എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കണം. ഈ ഒരു വയസ്സായിട്ട് നാളെ മരിക്കുമോ മറ്റന്നാൾ മരിക്കുമോ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കിളവൻ പറഞ്ഞ ഒരു വാക്ക്, അതിൻ്റെ എത്ര ദുഷ്ട മനസ്സുള്ളവരാണെങ്കിലും ശത്രുക്കളെപ്പോലും അങ്ങനെ ആഗ്രഹിക്കരുത് എന്നാണ് പുരാണങ്ങളിലും ദൈവികമായി ചിന്തിക്കുന്നവരും വയസ്സായവരും ഒക്കെ ചിന്തിക്കുക. കാരണം എത്രയോ മക്കളാണ് അവിടെ സമരം ചെയ്തിരിക്കുന്നത്. സംഘടനകൾ, സിനിമാ നടന്മാർ, പേര് കേട്ട കുറേ ആൾക്കാർ, അല്ലാത്തവർ, വിദ്യാഭ്യാസമുള്ളവർ, കർഷകർ, വിദ്യാഭ്യാസം ഇല്ലാത്തവർ, മനസ്സുകൊണ്ട് എത്താൻ പറ്റാതെ എത്രയോ പേര് മീഡിയയിലൂടെ അവർക്ക് സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ആ സ്ഥാനത്ത് ഈ ഒരു കിളവൻ ഈ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ആ നാറിക്കിളവന് മനസ്സിലായില്ലേ എന്നാണ് ഞാൻ അയാളിനെ എങ്ങാനും എൻ്റെ കയ്യിൽ നേരിട്ട് കണ്ടെങ്കിൽ ഞാൻ അയാളുടെ കാലിൽ തൊട്ട് നെറുകിൽ വെച്ചിട്ട് ഞാൻ അയാളുടെ ചെപ്പാൻകുറ്റിക്ക് 2 എണ്ണം ഞാൻ കൊടുക്കും. ഞാൻ ആ കിളവനെ, അയാൾ എന്താ പറഞ്ഞ വാക്കിൻ്റെ ഒരു അർത്ഥം നോക്കുക. അപ്പോൾ ഇവർ ഇന്ത്യ നശിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു സംഘടനയല്ലേ ഈ RSS എന്ന് പറയുന്ന ഒരാൾക്കാർ. ഇന്ത്യയിലെ ഈ പാവപ്പെട്ട ജനങ്ങളിനെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ പേപ്പർ ചോർത്തിയെടുത്ത് അതിനെ BJPയിലെ ആൾക്കാർ കൊണ്ടുപോയി വാങ്ങിച്ച് അതിന് എഴുതിച്ച് എന്നിട്ട് ഇത്രയും വിദ്യാഭ്യാസത്തിന് കുട്ടിച്ചോരാക്കിയിട്ട് ഈ ഒരു പടുകളവൻ പറഞ്ഞ ഒരു വാക്കിൻ്റെ അർത്ഥം എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവിടെ സമരത്തിന് കൂടിയ എല്ലാ കുട്ടികളെയും വെടിവെച്ച് കൊന്നിട്ട് പെറുക്കി കൂട്ടിയിട്ട് ആശുപത്രി. ആ കിളവൻ എങ്ങാനും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഉമ്മർത്തെങ്ങാനും പെട്ടുപോയാൽ ഞാൻ കുറേ നാളായിട്ട് തെണ്ടിത്തരങ്ങളും തെമ്മാടിത്തരങ്ങളും ഒന്നും പറയണ്ട എന്ന് ഉദ്ദേശിച്ച് നടക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ദൈവികമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ്. എടാ കിളവോ, തൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. കിളവാ, നാളെ കിളവനെങ്ങാനും എവിടെയെങ്കിലും വയ്യാണ്ടായിട്ട് വീഴുകയോ കിടക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ആരെങ്കിലുമൊക്കെ തന്നെ എടുത്തുകൊണ്ട് പോകാനുണ്ടാകുള്ളൂ. അന്ന് ഈ RSSൻ്റെ കാക്കി പാൻറ്റ് ഷർട്ട് ഇട്ടിട്ട് വടിയും കൊണ്ട് വന്നിട്ട് ഇമ്മാതിരി സ്ത്രീകളിനെയും അവിടെയുള്ള പുരുഷന്മാരിനെയും എല്ലാവരിനെയും ആണി തല്ലി ആ വടിയും കൊണ്ട് തല്ലി പരിക്കേൽപ്പിച്ചിട്ട് നിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇത്രയും വിഷമുണ്ടെങ്കിൽ കിളവാ, താനൊക്കെ എന്തിനാടോ ഈ ഭൂമിക്ക് ഭാരമായിട്ടിരിക്കുന്നത്? ദൈവത്തിന് നിന്നെയൊന്നും കൊണ്ടുപോകാൻ കണ്ണ് കാണില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിന്നെപ്പോലെയുള്ള കിളവന്മാർ ശരിക്ക് മരിക്കണതാണ് നല്ലത്. അതും നീ പെട്ടെന്ന് കിടന്ന് മരിക്കാൻ പാടില്ല. നിൻ്റെ കയ്യും കാലും പുഴുത്ത് പുഴുവരിച്ച് നിന്നെ ആരും നോക്കാനില്ലാതെ നീ മരിക്കണം കിളവാ നീ. അത്രയും കുഞ്ഞുങ്ങളിനെ ഒരു വാക്ക് കൊണ്ട് പോലും ഇത്രയും ജനങ്ങളുണ്ടായിട്ട് നിങ്ങളെപ്പോലെയുള്ള ചാണകവും മൂത്രവും കുടിക്കുന്ന ആൾക്കാർ പറയുന്ന വാക്കുകളാണ് അവിടെ. ഒരു മേജർ രവിയുണ്ട്, ഒരു ചന്ദ്രശേഖരനുണ്ട്. എന്തോ ഈ ഒരു കാര്യത്തിൽ സുരേഷ് ഗോപി എന്താ ഒന്നും മിണ്ടിയിട്ടില്ല എന്നാണാവോ, ഞാൻ അറിഞ്ഞില്ല, മീഡിയയിലൊന്നും കാണാനില്ല. അപ്പം തൻ്റെ പേരക്കുട്ടികളുടെ അടുത്തും തൻ്റെ മക്കളുടെ അടുത്തൊക്കെ താൻ ഇങ്ങനെ തന്നെയാണോ അവിടെ പെരുമാറുന്നത്? വൃത്തികെട്ട കിളവാ. താൻ ആരിൻ്റെ മുന്നിൽ പോയി പെടരുത് കേട്ടോ. ഇതിൽ പാർട്ടിയില്ല, ഇതിൽ ജാതിയില്ല, മതമില്ല, പാർട്ടിയുമില്ല. ഇത്രയും കുഞ്ഞുങ്ങൾ
അവർക്ക് വേണ്ടി 20 കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. 20 കുട്ടികൾ. എന്നിട്ട് താൻ പറഞ്ഞൊരു വാക്കാണ് അവിടെ കളവ. തൻ്റെ വായി ഡെറ്റോൾ ഒഴിച്ച് ആദ്യം കഴുകട കൊണ്ടുപോയിട്ട് വൃത്തികെട്ട കളവ. ഇത്രയും ഞാൻ ഈ മീഡിയയിൽ വന്നിട്ട് ഇത്രയും ചൂടായിട്ടില്ല. ഈ കളവൻ പറഞ്ഞൊരു വാക്ക് നോക്ക്. കർഫ്യൂ പ്രഖ്യാപിച്ചിട്ട് വെടിവെച്ച് കൊന്നിട്ട് അതിനെ പെറുക്കിയിട്ട് ആശുപത്രി തൻ്റെ കുടുംബത്തിലുള്ളവരിനെ പോയിട്ട് വെട്ടിക്കൊന്നിട്ട് വെടിവെച്ച് കൊല്ലടാ. എന്നിട്ട് പെറുക്കിയിട്ട് നീ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ഇടറ കളവാവും. തൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗത്ത് എന്താണോ വെച്ചിരിക്കുന്നത്? തെർമാക്കോളാണോ അതോ പഞ്ഞിയാണോ അല്ലെങ്കിൽ വേറെ വല്ലതും ആണോ അവിടെ ഇരിക്കുന്നത് ഹൃദയത്തിൻ്റെ ഭാഗത്ത്? ഇത്രയും വൃത്തികെട്ട ഒരു വർഗമാണ് RSS എന്ന് ഞാൻ ചിന്തിച്ചില്ലായിരുന്നു. എനിക്ക് അവരിനെയൊക്കെ ഭയങ്കര ബഹുമാനമായിരുന്നു. കാരണം അവരുടെ ആ ഡ്രസ്സും അവരുടെ ആ പേഴ്സണാലിറ്റിയും എല്ലാം വെച്ചിട്ട് ഞാൻ RSSനെ ജാതിയായിട്ടല്ല കണ്ടത്. ഞാൻ അവരിനെ ഒരു ബഹുമാനിക്കുന്ന മനുഷ്യരായിട്ട് കണ്ടതായിരുന്നു. നിന്നെ പോലെയുള്ള വിഷവത്തുക്കളാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. തൻ്റെ മരണം നോക്കിക്കടോ, എങ്ങനെയാ താൻ കളവാ നീ മരിക്കണമെന്നുള്ളത്. ഇതിലിനി കയറി മയിലുകൾ വന്നിട്ട് എന്നെ കമൻറ്റ് ഇട്ടിട്ട് തെറി പറഞ്ഞാലും എനിക്കൊരു ഇതുപോലും എനിക്ക് വിലയില്ല. ഇതിൽ വന്നിട്ട് കമൻറ്റ് ഇട്ടവൻ മരുന്നെ ഇല്ലെങ്കിൽ ഇട്ടവളുകളിനെ ഈ ഇതുണ്ടല്ലോ ഇത് അത് വരുന്ന 1 മിനിറ്റ് ഞാനൊരു വീഡിയോ പിടിക്കുകയാണ് പോരാ. അതുകൊണ്ട് എനിക്ക് ഈ ഇതിൽ വന്നിട്ട് നിങ്ങൾ RSS അല്ല BJP അല്ല ആര് വന്ന് കമൻറ്റ് ഇട്ടാലും എനിക്കിത് ഇതുപോലെയുള്ളൂ കേട്ടാ. നാറിക്കളവ തന്നെ ഞാൻ കൊല്ലില്ല, വെടിവെച്ച് കൊല്ലില്ല നിന്നെ. ചെപ്പാൻകുറ്റി നോക്കിയിട്ട് ഞാൻ തെരിഞ്ഞതിന് നിന്നെ എങ്ങാനും എൻ്റെ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഓക്കെ ബൈ.